ആക്സിയം 4 ദൗത്യം പൂർത്തിയാക്കിയിട്ട് അടുത്ത ദിവസം തന്നെ ശുഭാൻശു ശുക്ല ലാൻഡ് ചെയ്യാൻ പോവാണ്. ആക്സിയം 4ൻ്റെ വിജയകരമായ ദൗത്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എന്തായിരിക്കും പറയാനുണ്ടാവുക? എന്താണ് അതിൻ്റെ എന്ത് ദൗത്യമാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പൂർത്തിയാക്കിയിട്ടുള്ളതെന്നാണ് വിവരം? ഈ ബഹിരാകാശ ദൗത്യങ്ങൾ അതിൻ്റെ പ്രാധാന്യം എന്തെന്ന് ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ കൃത്യമായ ധാരണയുണ്ടാവും. പക്ഷേ കുറച്ച് കാലം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഈ ആകാശത്തേക്ക് റോക്കറ്റ് അയച്ചാൽ പട്ടിണി മാറുമോ എന്ന് ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത വലിയൊരു വിഭാഗം നമുക്കിടയിലുണ്ടായിരുന്നു. എന്തിനത് പറയുന്നു? നമ്മുടെ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് ആകാശത്തേക്ക് വാണം വിടുന്നയാളെന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ബാലിശമായ ചിന്താഗതിയുടെ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. അതിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇന്ത്യയുടെ ഒരു വ്യോമസേന പൈലറ്റിനെ ഒരു ബഹിരാകാശ സഞ്ചാരിയാക്കി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 18 ദിവസം അവിടെ തങ്ങി പൂർത്തിയാക്കി വരുന്നു. ഇതിനു മുമ്പും ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് പോയിരുന്നു. അത് രാകേഷ് ശർമ്മയാണ്. 41 വർഷം മുമ്പായിരുന്നു. പക്ഷേ അത് ഒരു റഷ്യൻ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഇന്ത്യക്കാരൻ അതവിടെ പോയെന്നേ ഉള്ളൂ. റഷ്യയുടെ ബഹിരാകാശ നിലയത്തിലായിരുന്നു അദ്ദേഹം അവിടെ ഒരു 7 ദിവസം ചിലവഴിച്ചത്. പക്ഷേ ഇവിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 14 ദിവസത്തെ ദൗത്യത്തിനാണ് ഇദ്ദേഹം പോയതെങ്കിലും 18 ദിവസം അവിടെ ചിലവഴിച്ചു. ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ച കഴിഞ്ഞ് 4:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇവരുടെ ബഹിരാകാശ പേടകം അൺഡോക്ക് ചെയ്യും എന്നാണ്. അതായത് അവിടെ നിന്ന് ഇത് വിച്ഛേദിക്കപ്പെടും. പിന്നീട് ക്രമേണ അത് ഭൂമിയെ ബലം വെച്ച് ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങും എന്നുള്ളതാണ് അറിയുന്നത്. അത് മുൻനിശ്ചയപ്രകാരം തന്നെ നടക്കുകയാണെങ്കിൽ നാളെ ഏകദേശം ഇന്ത്യൻ സമയം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് മറ്റേ ഫ്ലോറിഡ തീരത്ത് ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അത് ടെറാ ഫിർമ എന്നാണ്. അവിടെയാണ് ഈ ബഹിരാകാശ പേടകം വന്ന് പതിക്കുക. സ്പ്ലാഷ് ഡൗൺ എന്നാണ് പറയുക. അതായത് വെള്ളത്തിൽ വന്ന് പാരച്യൂട്ടിൻ്റെ സഹായത്തോടെ പതുക്കെ വന്ന് ലാൻഡ് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ ഇത് ഏറെ സങ്കീർണമാണ്, ഏറെ ശ്രമകരമാണ്, അപകട സാധ്യത ഏറെയുള്ള സംഗതിയാണ് ഈ തിരിച്ചു വരവെന്നുള്ളത്. കാരണം ഈ ഭൂമിയുടെ ഒരു അന്തരീക്ഷത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ അതിഭീകരമായ ചൂട്, ഈ ഘർഷണമാണ് അനുഭവപ്പെടുക. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള ഇതിൽ പ്രവേശിക്കുമ്പോൾ അതിഭീകരമായ ചൂട് മാത്രമല്ല, ഏതാണ്ട് നമുക്ക് ചിന്തിക്കാനാകാത്ത വേഗതയിലായിരിക്കും ഈ ബഹിരാകാശ പേടകം സഞ്ചരിക്കുക. അപ്പോൾ ഇതൊരു തീഗോളം കണക്കെ ആയിരിക്കും അനുഭവപ്പെടുക. പക്ഷേ ഈ ബഹിരാകാശ പേടകത്തിൻ്റെ പുറത്ത് ഒരാവരണം ഉള്ളതുകൊണ്ട് ഈ ചൂട് അവർക്ക് അനുഭവപ്പെടില്ല, അല്ലെങ്കിൽ ആ ചൂടിനെ അവർ അതിജീവിക്കുകയും ചെയ്യും. നമ്മുടെ മുമ്പിൽ കൽപ്പന ചൗളയുടെ അനുഭവമുണ്ട്. അവർ ഇതേപോലുള്ള തിരിച്ചുവരവിലാണ് അവരുടെ ബഹിരാകാശ വാഹനം ഒരു തീഗോളമായി മാറി അവരുടെ ഒരു അവശേഷിപ്പ് പോലും ഇല്ലാത്ത രീതിയിലാണ് അവർ കത്തി അമർന്നു പോയത്. അപ്പോൾ അത്തരം ഒരു മുന്നനുഭവം ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമായിരിക്കും ഇവരുടെ മടങ്ങി വരവടക്കം നിശ്ചയിക്കുക. 4 പേരാണ് ഈ ദൗത്യത്തിലുള്ളത്. അത് ഇന്ത്യക്കാരൻ ശുഭാൻശു ശുക്ലയാണ് ആ ബഹിരാകാശ പേടകത്തിൻ്റെ പൈലറ്റ്. ഇതുകൂടാതെ അതിൻ്റെ കമാൻഡർ ഒരു പെഗി വിറ്റ്സ് ആണ്. അതൊരു വനിതയാണ്, ഒരു അമേരിക്കൻ വനിതയാണ്. അവർ മുമ്പ് നാസയുടെ ദൗത്യത്തിൻ്റെ ഭാഗങ്ങളായിട്ട് മുമ്പ് ബഹിരാകാശ ദൗത്യം നിർവഹിച്ചിട്ടുള്ള ആളാണ്. പിന്നെ പോളണ്ടിൻ്റെ സ്ലാവോസ് ഉസ്നാവ്സ്കിയും ഹംഗറിയുടെ ടിബോർ കബുവുമാണ് ഈ ദൗത്യത്തിലുള്ളത്. അപ്പോൾ ഈ ശുഭാൻശു ശുക്ല ഈ ബഹിരാകാശ പേടകത്തിൽ ഒരുപാട് ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്നു. ഏതാണ്ട് ഈ 4 സംഘം ഏതാണ്ട് 60ഓളം പരീക്ഷണങ്ങളാണ് അവിടെ നടത്തിയത്. അതിൽ ശുഭാൻശു ശുക്ല 7 എണ്ണം നിർവഹിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിൽ നിന്നുള്ള ഗവേഷകർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് അദ്ദേഹം അവിടെ അതൊക്കെ നിർവഹിച്ചത്. ഒരു വ്യോമസേന പൈലറ്റ് എങ്ങനെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നിർവഹിക്കും എന്നുള്ളതിൻ്റെ ഉത്തരം അതുതന്നെയാണ്. ഇവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് അദ്ദേഹം അവിടെ പരീക്ഷണങ്ങൾ നടത്തി. അതിൽ പ്രധാനമായിട്ടുള്ളത് മനുഷ്യൻ്റെ പേശികൾ ഒരു ബഹിരാകാശ സാഹചര്യത്തിൽ ഏതൊക്കെ രീതിയിൽ അത് പ്രവർത്തിക്കും എന്നുള്ളതാണ്. 2, ബഹിരാകാശ സാഹചര്യത്തിൽ നമ്മുടെ വിത്തുകൾ മുളയ്ക്കുന്നതും അതിൻ്റെ വളർച്ച, അതിൻ്റെ വികാസം തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ മൈക്രോബിയൽ ജീവികളുടെ പെരുമാറ്റം, അതായത് ഈ ചില ആൽഗകളെ അദ്ദേഹം അവിടെ വളർത്തി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനമൊക്കെയാണ് നടത്തിയത്. ഈ അവിടെ മുളപ്പിച്ച ചില വിത്തുകൾ അദ്ദേഹം ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ടുവരും. അപ്പോൾ അവിടെ മുളച്ച ഒരു വിത്ത് ഭൂമിയിലെ സാഹചര്യത്തിൽ എങ്ങനെ അത് പ്രവർത്തിക്കും അല്ലെങ്കിൽ പ്രതികരിക്കും എന്നുള്ളത് നമ്മുടെ ശാസ്ത്രീയമായത് അറിയാൻ കൗതുകമുള്ളവർക്ക് അങ്ങനെ അറിയാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എങ്ങനെ ഈ ബഹിരാകാശ പദ്ധതി മനുഷ്യജീവനെ സ്വാധീനിക്കും എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. നമുക്ക് ഭാവിയിലേക്ക് വേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഇത്തരം ചില പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്.
അപ്പോൾ ഇത്രയും ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം വരുന്നത്. പിന്നെ ശുഭാൻഷു ശുക്ലയെ സംബന്ധിച്ച് അദ്ദേഹം വെറുതെ ഒരു ബഹിരാകാശ യാത്രികൻ മാത്രമല്ല, ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിയുടെ കമാൻഡർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അതിൽ ഈ പറയുന്ന ആക്സിയം 4 ദൗത്യത്തിൽ അദ്ദേഹം ആർജിച്ച അനുഭവങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അത് ഗഗൻയാൻ ദൗത്യത്തിനും ആവശ്യമുണ്ട്. ഈ ഗഗൻയാൻ അടുത്ത വർഷത്തേക്കല്ലേ 2026 പ്ലാൻ ചെയ്തത്? 2026 പ്ലാൻ ചെയ്തത്, പക്ഷേ അത് 2027 ഇപ്പോൾ നീട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 33,000 കോടി രൂപയുടെ ഒരു ബൃഹത് പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ 2040 ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനായിട്ടുള്ളൊരു പദ്ധതിയും നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ഏതാണ്ട് ഒരു 4-5 വർഷമായിട്ട് കഠിനമായ ഒരു ജീവിതക്രമത്തിലൂടെ പോകുന്നവരാണ് ഈ 4 പേരും. അതായത് ഇന്ത്യയിലുള്ള 4 പേര്, അതേപോലെ തന്നെ ഇവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവർ ഇപ്പം നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്നവരെ പോലും നമ്മുടെ ഇന്ത്യയിൽ നിന്നുണ്ട് ഈ ശുഭാൻഷു ശുക്ലേനെ ISROയുടെ ഡോക്ടർമാരടങ്ങുന്ന സംഘം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു ബഹിരാകാശത്ത് മറ്റാരുടെയും സഹായമില്ലാതെ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം സുരക്ഷിതമായി മടങ്ങിയെത്തേണ്ടതുണ്ട്. മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ക്വാറന്റൈനിലായിരിക്കും. കാര്യം ബഹിരാകാശ നിലയത്തെ സാഹചര്യവും ഭൂമിയിലെ സാഹചര്യവും വ്യത്യസ്തമാണ്. അപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അത്തരത്തിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞുകൊണ്ടായിരിക്കും അദ്ദേഹം അത്തരത്തിൽ ഉള്ള കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുക. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ പറയുന്ന പോലെ ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി, അതായത് ISRO, നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, അതേപോലെ ആക്സിയം 4 എന്ന് പറയുന്ന ഒരു സ്വകാര്യ ബഹിരാകാശ ഏജൻസിയാണ്. അതേപോലെ തന്നെ SpaceX മറ്റൊരു സ്വകാര്യ ബഹിരാകാശ ഏജൻസിയാണ്. ഇത്രയും സ്ഥാപനങ്ങളെല്ലാം സഹകരിച്ച് നടപ്പിലാക്കിയ ഒരു ബൃഹത് പദ്ധതിയാണ്. ഒരുപാട് വെല്ലുവിളികൾ ഇതിനുണ്ടായിരുന്നു. കാരണം തുടർച്ചയായി ഇതിൻ്റെ വിക്ഷേപണം മാറ്റിവെച്ചത് ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ 5ാമത് ദിവസമാണ്, അതായത് മാറ്റിവെച്ച് ഒടുവിൽ 5ാമത്തെ ദിവസം, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ജൂൺ 25-നാണ് ഇവർ പറന്നുയർന്നത്. ഏതാണ്ട് 28 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര പൂർത്തിയാക്കി 25-ന് ഇവിടുന്ന് പുറപ്പെട്ട സംഘം 26-നാണ് അവിടെ ഡോക്ക് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ തിരിച്ചിറങ്ങലിനും അത്ര തന്നെ സമയം മതിയാകും. ഒരു 26-28 മണിക്കൂർ കൊണ്ട് മതിയാകും സാധാരണഗതിയിൽ അവർക്ക് തിരിച്ച് ഭൂമിയിലേക്ക് എത്താൻ. പക്ഷേ ഈ കാലാവസ്ഥ വളരെ നിർണായകമാണ്. കാരണം മടങ്ങി വരവ്, അതിന് അനുകൂലമായ കാലാവസ്ഥ, കാറ്റിൻ്റെ വേഗത തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർ നിരീക്ഷിക്കുന്നുണ്ട്. അത് അനുകൂലമാണെങ്കിൽ മാത്രം നാളെ ഇന്ത്യൻ സമയം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ കാലിഫോർണിയയിൽ അവിടെ തീരത്ത് ഈ സ്പ്ലാഷ് ഡൗൺ മുൻ നിശ്ചയപ്രകാരം തന്നെ നടക്കും. ഇനി അതല്ല, കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ കുറച്ച് ദിവസം കൂടി ഇവർക്ക് ഭൂമിയെ വലം വെച്ച് ബഹിരാകാശത്ത് ചുറ്റിത്തിരിയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.